ഇരിക്കട്ടെ. എൻ്റെ വീട് അമ്പലപ്പുഴയിലാണ്. പക്ഷേ എന്നെ കെട്ടിച്ചേക്കുന്നത് എറണാകുളത്താണ്. എനിക്ക് 2 സഹോദരങ്ങളും കൂടിയുണ്ട്. എൻ്റെ ചേച്ചി കുറച്ച് കാലമായിട്ട് യൂട്രസിന് ക്യാൻസർ വന്നിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലായിരുന്നു. അതറിഞ്ഞത് തന്നെ ഇത്രയും ലേറ്റായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടറിന് 22 ദിവസം കൊണ്ട് ആ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് ഹസ്ബൻഡില്ല, മരിച്ചുപോയി. കുട്ടികൾ ചെറുതായിരുന്നു. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ച് സർജറി സക്സസ്സായി. അപ്പം അതിൽ നിന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പക്ഷേ ചേച്ചിക്ക് വിശ്വാസം ഇല്ല. അപ്പോൾ ദൈവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി എല്ലാവരും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പിന്നെ എൻ്റെ അനിയത്തി ഷീന, അവൾക്ക് തൈറോയിഡിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് സർജറി ചെയ്ത് തൈറോയിഡ് നീക്കം ചെയ്തു. അവൾ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ച് 2 മെഡിക്കലും അൺഫിറ്റായിപ്പോയി അവൾക്ക്. അപ്പോൾ അവൾ പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊന്ന് പുറത്ത് പോയാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും. അവൾക്കൊരു വീടില്ല, അതിനു വേണ്ടിയാണ് പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചത്. അവൾ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നാലെ പോകാം. അപ്പം ഞാൻ മാതാവിനെ വിളിച്ചു പറഞ്ഞു, അമ്മേ അവളെ ഗൾഫിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നാലെ എനിക്കും വരാം, അവൾക്ക് അതിനൊരു കൃപ കൊടുക്കണേന്ന് പ്രാർത്ഥന ഫലമായിട്ട് അവൾ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ പോയി. പിന്നെ എൻ്റെ പേര് ജീന. എനിക്ക് ഒരു 5 വർഷം മുൻപ് കാലിൻ്റെ മുട്ടിനിങ്ങനെ ചിരട്ട തിന്നുമായിരുന്നു. നടക്കുമ്പോഴൊക്കെ തിന്നും. ഞാനൊരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം നടക്കുമ്പോഴൊക്കെ തിന്നും, നല്ല വേദനയായിരുന്നു. അങ്ങനെ ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ MRI ചെയ്യാൻ പറഞ്ഞു. MRI ചെയ്തപ്പം ലിഗമെൻറ്റിന് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കീഹോൾ ചെയ്യാൻ പറഞ്ഞ് നമ്മളത് സീരിയസ്നെസ് ആയിട്ട് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ കാലിന് പ്ലാസ്റ്റർ ഇട്ട് 2.5 മാസം ഞാൻ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ജോലിക്ക് പോയി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിന് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജൂൺ 1-ാം തീയതി മുതൽ വീണ്ടും കാലിൻ്റെ ചിരട്ട ഇങ്ങനെ തെന്നുണ്ട്. നടക്കാനേ പറ്റണില്ല. നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ആ തെന്നണ സമയം ഞാൻ കാലിൻ്റെ ചിരട്ട ഇങ്ങനെ പിടിച്ചു വയ്ക്കും. ഡ്യൂട്ടിക്ക് പോകുമ്പോഴേക്കും കാല് മടക്കി നടക്കാൻ പറ്റണില്ല, ഭയങ്കര വേദന. അങ്ങനെ ജോലി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലീവ് എടുത്ത് ലാസ്റ്റ് അവിടുത്തെ സ്റ്റാഫുമാർ പറഞ്ഞ് ലീവ് എടുത്തിരുന്നു, നടക്കാൻ പറ്റൂല, കാരണം നടന്നു കഴിഞ്ഞാൽ ഞാൻ വീഴും, ചിരട്ട പൊട്ടിപ്പോവും. അങ്ങനെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ MRIക്ക് എഴുതുന്നു. MRI ചെയ്തപ്പോഴേക്കും എൻ്റെ ലിഗമെൻറ്റ് ഫ്രാക്ചറാണ്, ലിഗമെൻറ്റ് പൊട്ടിപ്പോയിരിക്കുകയാണ്. കാരണം നടക്കാൻ പറ്റില്ല, ഇനി നടന്നു കഴിഞ്ഞാൽ ഞാൻ താഴെ വീഴും, ചിരട്ട പൊട്ടിപ്പോവും. അപ്പോൾ ഡോക്ടർ സർജറിയാണ് പറഞ്ഞേക്കണേ. ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അമ്മേ നീ മാത്രം എനിക്ക് ആശ്രയമുള്ളൂ. സർജറി ചെയ്യണമെങ്കിൽ 80,000 രൂപയാവും. എൻ്റെ 10ൻ്റെ പൈസ എടുക്കാനില്ല. എൻ്റെ അമ്മേനെ അനുഗ്രഹിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ റിലേറ്റീവൊക്കെ എന്നെ സഹായിച്ച് എനിക്ക് സർജറി സക്സസ്സായി. പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ജൂലൈ 20-ാം തീയതി സർജറി ചെയ്യാൻ വേണ്ടി 16-ാം തീയതി അഡ്മിറ്റായെങ്കിലും എനിക്ക് ഉറക്കമെന്ന് പറയണത് ഇല്ല. രാവും പകലും ഉറങ്ങാൻ പറ്റണില്ല, വേദന, നല്ല വേദന. അങ്ങനെ പെയിൻ കില്ലർ കഴിക്കും, സ്ലീപ്പിംഗ് വിക്സ് കഴിക്കും, എന്നിട്ടൊന്നും രക്ഷയില്ല. ഡോക്ടർ റൗണ്ട്സ് വരുമ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, കാലിൽ നല്ല വേദനയാണ്. അങ്ങനെ ഇഞ്ചക്ഷൻ തന്നു, വെളുപ്പിനെ ആവുമ്പോൾ ഉറങ്ങുക. അങ്ങനെ ഞാൻ ഇവിടെ പ്രശാന്തിച്ചനെ വിളിച്ചു പറഞ്ഞ്, എൻ്റെ മമ്മി ഇവിടുത്തെ തന്നെ കൗൺസിലറാണ്. എൻ്റെ മമ്മീനെ വിളിച്ചു പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, മമ്മി മെഡിറ്റേഷൻ പ്രാർത്ഥന തരും. എനിക്ക് നല്ല എഫക്റ്റീവാണ് എൻ്റെ മമ്മിയുടെ മെഡിറ്റേഷൻ പ്രാർത്ഥന. മമ്മി മെഡിറ്റേഷൻ പ്രാർത്ഥന തരുമ്പോഴേക്കും എനിക്ക് ആ രോഗസൗഖ്യം നൽകുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. കാലനക്കാനേ പറ്റൂല, എനിക്ക് ചരിഞ്ഞോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യാൻ പറ്റൂല, കാലനക്കാൻ പറ്റൂല, ഒരാളുടെ സഹായമില്ലാണ്ട് എനിക്ക് കട്ടുമേൽ നിന്നിക്കാൻ പറ്റൂല. അങ്ങനെയായി പ്രശാന്തച്ചനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കാലിങ്ങനെ സർജറി കഴിഞ്ഞിട്ട് നല്ല വേദനയുണ്ട്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ അച്ഛനെ മിക്കവാറും ഒക്കെ ഞാൻ വിളിക്കും. ഈ ബെഡ് റെസ്റ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വയറ്റത്ത് ചൂടുവെള്ളം വീണ്, തിളച്ച വെള്ളം വീണിട്ട് എനിക്ക് നല്ല പുകച്ചില്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാണ്ടൊരവസ്ഥയായിപ്പോയി. പിറ്റേ ദിവസം ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അത് ചെയ്ത്, പക്ഷെ അത് പെട്ടെന്ന് ഇൻഫെക്ഷനായി. ഞാനിവിടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ എൻ്റെ വയറ്റത്ത് ഇങ്ങനെ ചൂടുവെള്ളം, തിളച്ച വെള്ളം വീണിട്ടേക്കാണ്, ഇച്ചിരി അധികം പൊള്ളിയിട്ടുണ്ട്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ച് 4-ാമത്തെ ദിവസം കൊണ്ട് അത് ഉണക്ക് തുടങ്ങി.
ഇപ്പം കാലിൻ്റെതായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വയറിൻ്റെ പുള്ളിയുടേതായ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഞാൻ ആ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് രോഗസൗഖ്യം തന്നു കഴിഞ്ഞാൽ ഞാൻ IMS വന്നിട്ട് സാക്ഷ്യം നൽകാമെന്ന് പറഞ്ഞു. ഞാൻ ഫെബ്രുവരി മുതൽ വീണ്ടും ജോലിക്ക് കയറുകയാണ്. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് നടക്കാൻ വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചേച്ചിനെ വീണ്ടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ചേച്ചിയുടെ കാര്യത്തിന് ഞാൻ താമസിച്ചാണ് സാക്ഷ്യം പറഞ്ഞേക്കണത്. അതിന് മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. ജീന 3 സാക്ഷ്യമാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. ഒന്നാമത്തെ സാക്ഷ്യം, ജീനയ്ക്ക് 5 വർഷങ്ങൾക്ക് മുമ്പ് കാലിൻ്റെ ലിഗമെൻറ്റിൽ ഫ്രാക്ചർ സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് പ്ലാസ്റ്റർ ഇടുകയും അതിനുശേഷം ജൂലൈ 20-ാം തീയതി സർജറി ചെയ്തു. അതിനുശേഷം നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിരുന്നു. IMS അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യം പറയാം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മകൾക്ക് വേദനയില്ലാതെ നടക്കുവാൻ സാധിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം, ജീനയുടെ ചേച്ചിയുടെ യൂട്രസിൽ ക്യാൻസർ ആയിരുന്നു. ഈ മകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: IMS അമ്മേ, ഞങ്ങളുടെ ആശ്രയമേ, എൻ്റെ ചേച്ചിക്ക് രോഗസൗഖ്യം നൽകിയാൽ ഞാൻ IMS അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. ജീനയുടെ സഹോദരി ജിഷി സൗഖ്യം പ്രാപിച്ചു. മൂന്നാമത്തെ സാക്ഷ്യം, ജീനയുടെ അനിയത്തിക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് തടസ്സമായിരുന്നു. ജീന തൻ്റെ അനിയത്തിക്ക് വേണ്ടിയും IMS അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടും പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ദൈവം ഈ കുടുംബത്തിന് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും കൃപകൾക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നന്ദി അർപ്പിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ